പക്ഷെ അപ്പോഴും വിശ്വസിക്കാൻ പണിയായിരുന്നു. കാരണം ഓക്കെ എനിക്കോ JRF-ഓ അങ്ങനെ ഒരു തോന്നലായിരുന്നു. ഐഫർ ശരിക്കും ലൈക്ക് ഇറ്റ്സ് മോർ ദാൻ ഹെൽപ്പ്. എനിക്കറിയില്ല, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഐഫറിൽ. ടൈമിനായിരിക്കും എനിക്ക് ടൈം മാനേജ്മെന്റ് ഭയങ്കര വീക്കായിരുന്നു. നമുക്ക് ഒറ്റയ്ക്കല്ല, ഒരാളും കൂടി ഉണ്ട് നമുക്ക് പറഞ്ഞുതരാന്നുള്ള തോന്നല്. ഹലോ, ഞാൻ അശ്വതി. ഞാൻ സൈക്കോളജിയിൽ JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 2024 ക്വാളിഫൈ ചെയ്തത്. അപ്പോൾ PG ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെയായിരുന്നു, നെറ്റിന് വേണ്ടി പഠിച്ചു. അങ്ങനെ ജൂൺ 2024 നെറ്റ് ക്വാളിഫൈ ചെയ്തത്. പക്ഷെ ആ സമയത്ത് ആ എക്സാം ടൈം എടുത്തു. ഒരു വട്ടം എഴുതിയത് ക്യാൻസൽ ചെയ്ത് വീണ്ടും എക്സാം ഒക്കെ നടത്തി ആ ഒരു പ്രാവശ്യമായിരുന്നു അത്. അപ്പോൾ ഞാൻ എക്സാം ജൂൺ 2024 എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ നന്നായിട്ട് വൈകി. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ കറക്റ്റ് ഓർമ്മല്ല, ആ ഒരു സമയത്തായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ, ഇനിയിപ്പോ ഡിസംബറിൽ അടുത്ത എക്സാം വരും, ഒരു 2 or 3 months മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് JRF-ന് പ്രിപ്പയർ ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്യാം എന്ന് തോന്നി. ലൈക്ക് ഐ കുഡ് ഗീവ് എ ട്രൈ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ JRF നോക്കാം. കാരണം നെറ്റിന്റെ എക്സാം പഠിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു, എനിക്ക് ആ ലൈക്ക് പഠിക്കുന്നത് ഇഷ്ടമായിരുന്നു, സൈക്കോളജീനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. സോ ഐ എൻജോയ് ദാറ്റ് പ്രോസസ്. സോ വൈ ഷാൽ നോട്ട് എന്നൊരു തോന്നിയോണ്ടാണ് ഞാൻ JRF-ന് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഞാൻ നെറ്റിന് പഠിച്ചപ്പോൾ തന്നെ ഐഫറിൽ പല യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. ഐഫറിന്റെ അനീസ് സാറിന്റെ ലോജിക്കൽ റീസണിങ്ങിന്റെയും അല്ലാണ്ട് ഞാൻ സൈക്കോളജി ആയതുകൊണ്ട് തന്നെ റിസർച്ചിന്റെ ഫർഹാൻ സാറിന്റെ ക്ലാസ്സസും അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ലൈക്ക് ദാറ്റ് ഫെൽറ്റ് ലൈക്ക് ഓക്കെ, നല്ലതായിരിക്കും ജോയിൻ ചെയ്താ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഐ തിങ്ക് ഐ ജോയിൻഡ് ഇൻ October 2024. അത് വളരെ കഴിഞ്ഞിട്ടാണ്, ഒക്ടോബറിൽ, പിന്നെ ഡിസംബർക്ക് വേണ്ടിയായിരുന്നു പ്രിപ്പയർ ചെയ്തത്. പക്ഷെ ഐ ഡിസൈഡഡ് ദാറ്റ് ഐ വിൽ ഗീവ് മൈ മാക്സിമം. ഇന്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കുന്ന ഉറപ്പിച്ചിട്ടായിരുന്നു ഐഫറിൽ ജോയിൻ ചെയ്തു. ക്ലാസ്സസ് കുറെ കേൾക്കാനുണ്ടായിരുന്നു, കുറച്ചൊക്കെ കഴിഞ്ഞു. അങ്ങനെ ലൈവ് ക്ലാസ്സസ് ഒക്കെ കേട്ടു, റെക്കോർഡഡ് ക്ലാസ്സസ് കേട്ടു. ആൻഡ് ഐ വാസ് എൻജോയിങ് ദ പ്രോസസ് ഓഫ് കോഴ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാമിൽ എനിക്ക് ഓക്കെ, പല എക്സാംസും ഇടയ്ക്കിടയ്ക്ക് വരും, അതിലൊക്കെ ഓക്കെ മാർക്കാണ്, അത്യാവശ്യം ഒരു എബവ് ആവറേജ് മാർക്കായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, ഐഫറിന്റെ ARF എക്സാം ഉണ്ട്. ആ ARF എക്സാമിന് ഞാൻ ശരിക്ക്, അതായത് JRF-ന്റെ ആ ഒരു പ്രിപ്പറേഷൻ അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്തു. ബട്ട് അതിൽ ഭയങ്കര മാർക്ക് കുറവായിരുന്നു. സോ ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ദാറ്റ് ഐ ഹാവ് ടു ഗീവ് മോർ, കുറച്ചുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ അപ്പോഴാണ് മനസ്സിലായത്. സോ ഞാൻ ഓക്കെ, അപ്പൊ നെറ്റിന്റെ എക്സാം ജനുവരിയിലായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തു. ആൻഡ് ഐ ഗേവ് ഇറ്റ് ട്രൈ. എക്സാം കഴിഞ്ഞപ്പോഴും ലൈക്ക് ഓക്കെ നെറ്റ് കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ JRF ലൈക്ക് എനിക്ക് തോന്നിയിട്ടേ ഇല്ലായിരുന്നു. പേപ്പർ 1 വാസ് ഓക്കെ ഫോർ മീ, പക്ഷെ പേപ്പർ 2 എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തത് പേപ്പർ 1 മാത്രമായിരുന്നു, പേപ്പർ 2 ഉണ്ടായിരുന്നില്ല. പേപ്പർ 2 ഞാൻ സ്വന്തമായിട്ടായിരുന്നു പഠിച്ചിരുന്നത്. സോ ദാറ്റ് വാസ് ലൈക്ക് ദാറ്റ്. പക്ഷെ റിസൾട്ട് വന്നു, JRF കിട്ടി. റിസൾട്ട് വരുന്ന മുന്നേ നമുക്ക് ആൻസർ കീ വരുമല്ലോ, അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ ചാൻസ് ഉണ്ടോ. അപ്പൊ തന്നെ ഓക്കെ, ദർ ഇസ് എ ചാൻസ്, ലൈക്ക് ദർ ഇസ് എ ബിഗ് ചാൻസ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഭയങ്കര ഹാപ്പി ആയി. പക്ഷെ അപ്പോഴും വിശ്വസിക്കാൻ പണിയായിരുന്നു. കാരണം ഓക്കെ എനിക്കോ JRF-ഓ അങ്ങനെ ഒരു തോന്നലായിരുന്നു. അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ പിന്നെ എന്തായാലും ഉറപ്പിക്കാണ്ട് വഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ റിസൾട്ട് വന്നു, JRF കിട്ടി. ആൻഡ് ഐ എം സോ ഹാപ്പി. ലൈക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ ഭയങ്കര ഹാപ്പി ആയത്, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയത്. സോ ലൈക്ക് ദ പീപ്പിൾ അറൌണ്ട് യു ആർ ഓൾസോ ഹാപ്പി ഫോർ യു. അങ്ങനെ ഒരു സംഭവം മനസ്സിലാക്കിയപ്പോൾ ലൈക്ക് ദാറ്റ് ഫെൽറ്റ് മോർ ഹാപ്പി, അങ്ങനെ പറയാം. സോ യാ, ദാറ്റ് വാസ് ഇറ്റ്. അങ്ങനെയായിരുന്നു JRF കിട്ടിയത്. പിന്നെ മോർ ഇൻ ടു ഐഫർ ശരിക്കും ലൈക്ക് ഇറ്റ്സ് മോർ ദാൻ ഹെൽപ്പ്. എനിക്കറിയില്ല, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഐഫറിൽ. ഇപ്പൊ അനീസ് സാർ ആണെങ്കിലും ബാക്കിയുള്ള ആരാണെങ്കിലും ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു ഓക്കെ, ഇവർ ഇത്രയും കമ്മിറ്റ്മെന്റ് ഇടുമ്പോൾ നമ്മൾ അത്രയെങ്കിലും ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിച്ച സമയങ്ങളിലുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ലൈക്ക് ഐ വാസ് നോട്ട് ദ ബെസ്റ്റ് സ്റ്റുഡന്റ്, അല്ലെങ്കിൽ റാങ്ക് കിട്ടിയിരുന്ന കുട്ടി, അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഐ ലൈക്ക് ലേണിംഗ് സൈക്കോളജി എസ്പെഷ്യലി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ JRF നോക്കാമെന്ന് വിചാരിച്ചത്, ഞാൻ പറഞ്ഞിരുന്നു. സോ ആദ്യമൊക്കെ, അല്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്ന എന്താ വെച്ചാൽ, ഞാനിങ്ങനെ ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് ലൈക്ക്
ഓരോ ദിവസം എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റി, ഇങ്ങനെ ഹാഫ് ആൻ അവർ ആയിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഒരു ടിക്ക് ഇടുക, ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ഒരു ടിക്ക് ഇടുക. സോ ദാറ്റ് ഫെൽറ്റ് ലൈക്ക് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. പിന്നെ അടുത്ത ഹാഫ് ആൻ അവർ, പിന്നെ ഒരു ബ്രേക്ക്, അടുത്ത ഹാഫ് ആൻ അവർ, അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. സോ സം ഡേയ്സ് ലൈക്ക് ഐ ഈവൻ സ്റ്റഡിഡ് ഫോർ 8 or 10 hours. പക്ഷെ ചില ദിവസങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 3-4 മണിക്കൂർ കഴിഞ്ഞ ലൈക്ക് എനിക്ക് പിന്നെ ഒന്നും പഠിക്കണ്ട, പിന്നെ ഫുള്ള് മടുത്തു എന്നുള്ള അവസ്ഥയോ. സോ ലൈക്ക് what I wanted to share is that അങ്ങനെയായിരിക്കും, അല്ലാതെ നമ്മൾ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ബെസ്റ്റ് ആയിട്ട് എല്ലാ ദിവസവും പോകണമെന്നില്ല. ചില ദിവസം നമുക്ക് ബെസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും, നെക്സ്റ്റ് ഡേ മേ ബി നമ്മൾ അത്രയും നന്നായിട്ട് പഠിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ഈവൻ ഓൺ ദോസ് ഡേയ്സ് ഐ സ്റ്റഡീഡ്, ലൈക്ക് ഐ ലേൺഡ് വാട്ട് ഐ കുഡ്. അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ആൻഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കങ്ങനെ ലൈക്ക് പെട്ടെന്ന് ആൻസൈറ്റി വരും എക്സാം, പ്രത്യേകിച്ച് എനിക്ക് എക്സാമിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ടൈമിനായിരിക്കും. എനിക്ക് ടൈം മാനേജ്മെന്റ് ഭയങ്കര വീക്കായിരുന്നു. സോ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് എക്സാംസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ലൈക്ക് ഐ ലേൺ ടൈം മാനേജ്മെന്റ്. പിന്നെ ആൻസൈറ്റിന്റെ കാര്യം, അപ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ നമുക്ക് ഉള്ളൊരു തോന്നലാണ് ലൈക്ക് ഈസ് ദിസ് ഇനഫ്. അപ്പോൾ ഈസ് ദിസ് ഇനഫ് എന്നുള്ളൊരു തോന്നല്, ദിസ് ഈസ് ഇനഫ് എന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. ലൈക്ക് അങ്ങനെ ഒരു ഐഫർ തുടങ്ങിയ ഒരു സംഭവമായിരുന്നു. ലൈക്ക് എന്താ, ഒരു പാർട്ട്ണറെ അല്ലെങ്കിൽ നമ്മളൊരു ബഡ്ഡി പോലെ തുടങ്ങുക. ലൈക്ക് ബഡ്ഡി പോലെ ഒരാളെ ചൂസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ രണ്ടാളും കൂടി പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് we can do it together എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം. സോ ഐ ഓൾറെഡി ഹാഡ് എ ഫ്രണ്ട് വിത്ത് മീ, സോ ദാറ്റ് വാസ് ഈസി ഫോർ മീ. അങ്ങനെ ഐ ഫെൽ ലൈക്ക് എനിക്ക് അങ്ങനെ ഒരാൾ ഉണ്ടായതുകൊണ്ട് ലൈക്ക് ദാറ്റ് വാസ് ഈസി. അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി കൂടി അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ സജഷൻ പറഞ്ഞത് ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ദാറ്റ്സ് റിയലി ഗുഡ്. നമുക്ക് ഒറ്റയ്ക്കല്ല, ഒരാളും കൂടി ഉണ്ട് നമുക്ക് പറഞ്ഞുതരാന്നുള്ള തോന്നല്. പിന്നെ ഞാൻ പറഞ്ഞത് ക്ലാസ്സസിന്റെ കാര്യമായിരുന്നു. അപ്പോ നല്ല ക്ലാസ്സസ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഭയങ്കര കമ്മിറ്റ്മെന്റ്. അപ്പൊ കമ്മിറ്റ്മെന്റ് മാത്രമല്ല, അവര് പ്രൊവൈഡ് ചെയ്യുന്ന നോളേജ് ഈസ് ഓൾസോ റിയലി ഗ്രേറ്റ്. അതിപ്പോ ആരാണെങ്കിലും, ഞാൻ പേപ്പർ 1 മാത്രമായിരുന്നു, പേപ്പർ 1 എടുത്ത എല്ലാവരും നല്ല ക്ലാസ്സസ് ആയിരുന്നു. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ അനീസ് സാറിന്റെ ക്ലാസ് പിന്നെ പറയാനില്ലല്ലോ. ആരാണെങ്കിലും എനിക്ക് അങ്ങനെ ആരെയും കുറ്റം പറയാൻ അല്ലെങ്കിൽ ഓക്കെ ഇവര് നന്നായിട്ട് എടുക്കുന്നില്ല അങ്ങനെ പറയാൻ പോലും ഇല്ല. എവ്രി വൺ വാസ് ഡൂയിങ് ദെയർ ബെസ്റ്റ് ആൻഡ് ദേ ഡിഡ് ദെയർ ബെസ്റ്റ് ഫോർ അസ്, ഫോർ മീ എസ്പെഷ്യലി. അങ്ങനെയായിരുന്നു. സോ ഓക്കെ, നമ്മൾ പഠിക്കാം. ആൻഡ് ഐ വാസ് ലേണിംഗ്, ലൈക്ക് ഐ വാസ് ലൈക്കിംഗ് ദിസ് പ്രോസസ്. സോ ദാറ്റ് വാസ് ഈസി ഫോർ മീ ടു. അനീസ് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വെച്ചാല് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ് നല്ലത് കഷ്ടപ്പെട്ട് പഠിക്കുന്നേക്കാളും. സോ ദാറ്റ്സ് റിയലി ട്രൂ. എനിക്കും അത് അങ്ങനെ തന്നെയാണ്. ഞാൻ ഡിഗ്രി PG ആ സമയത്തൊക്കെ ഞാൻ സൈക്കോളജീനെ പഠിച്ചത് അല്ലെങ്കിൽ കണ്ടിരുന്നത് വേറൊരു രീതിയിലായിരുന്നു. അത് ചിലപ്പോൾ PGയിലൊക്കെ എസ്പെഷ്യലി ഞങ്ങൾക്ക് ഭയങ്കര കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ PG കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. സോ അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോവിഡ് കാലത്ത് വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ, അപ്പോൾ വീട്ടിലിരുന്ന് പഠിച്ചിരുന്ന ആ സമയത്ത് എൻ്റെ സെമ്മിൽ മാർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. സോ ലൈക്ക് ഐ നോ ദാറ്റ് ഐ ക്യാൻ ലേൺ ആൻഡ് ഐ ലവ് ടു ലേൺ. സോ അങ്ങനെ ഒരു ഓപ്ഷനാണ് എനിക്ക് ഐഫറും. പിന്നെ എസ്പെഷ്യലി ഞാൻ വേറെ ജോബിനൊന്നും നോക്കിയിരുന്നില്ല, ഞാനിങ്ങനെ ഇതിനായിട്ട് ഇരിക്കാന്ന് വെച്ചിട്ടായിരുന്നു. സോ ഐ ഹാഡ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ വീട്ടിൽ അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും അങ്ങനെ ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ ഇത് ചെയ്യാം അത് ചെയ്യാം അങ്ങനത്തെ സംഭവമൊന്നുമില്ല, ലൈക്ക് നീ പഠിച്ചോ എന്നുള്ളതായിരുന്നു. സോ അങ്ങനെ എല്ലായിടത്തും നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓൾ വി നീഡഡ് ടു ഡു വാസ് സ്റ്റഡി. സോ ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയണം. കാരണം ഐഫറിന്റെ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട് തരുന്നു, വീട്ടിൽ നിന്നാണെങ്കിലും നല്ല സപ്പോർട്ട്, പിന്നെ നമുക്ക് പഠിക്കുക. ആൻഡ് ഐ ആം സ്റ്റിൽ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് പോർഷൻ ഓഫ് മൈ ലൈഫ്. അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയതിൽ ആൻഡ് ഐ എം ലൈക്ക് റിയലി പ്രിവിലേജ് ടു ഗെറ്റ് ദാറ്റ് തിങ്. അങ്ങനെ തന്നെ പറയാം. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് ഇഷ്ടപ്പെട്ട് പഠിക്കുക. നമ്മള് ഡിഗ്രിയും PGയും ചെയ്ത സബ്ജക്ട് ഓഫ് കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് തന്നെയായിരിക്കും കൂടുതലും. അപ്പൊ അതിൽ നെറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് പീപ്പിൾ കാൺ ഡു. കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നെറ്റ് കിട്ടുന്നത് എളുപ്പമാണ്. അതേപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടാൽ JRFും കിട്ടും. നമുക്കറിയാം കുറച്ച് കട്ട് ഓഫ് ചെറിയൊരു വ്യത്യാസത്തിലാണ് നമുക്ക് JRF ആവുക നെറ്റ് ഉള്ളത്. അപ്പോൾ സോ എയിം ഫോർ ദ ബെസ്റ്റ് എന്നാണല്ലോ പറയാ. അതന്നെയാണ് എനിക്കും പറയാനുള്ളത്, എയിം ഫോർ ദ ബെസ്റ്റ്. ആൻഡ് ഐ തിങ്ക് ലൈക്ക് എവ്രി
വൺ ക്യാൻ ഡു ദാറ്റ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഐ എം നോട്ട് ദ ബെസ്റ്റ് സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു റാങ്ക് ഹോൾഡറോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാനൊരു എബോവ് ആവറേജ് സ്റ്റുഡൻറ് മാത്രമായിരുന്നു. ആൻഡ് ഐ ഗോട്ട് ഇറ്റ്. സോ ഐ ബിലീവ് ദാറ്റ് എവ്രി വൺ ക്യാൻ ഗെറ്റ് ഇറ്റ്. അതാണ്. പിന്നെ ഞാൻ പറയാനുള്ളത് ആൻസൈറ്റീൻ്റെ കാര്യം, ഫാമിലി ആൻസൈറ്റിയുടെ കാര്യം ആദ്യം പറയാം. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ പറ്റിയില്ലെങ്കിലോ, എക്സാമിന്റെ സമയത്ത് ഭയങ്കര ടെൻഷൻ. സോ യു നീഡ് ടു ഫൈൻഡ് സംതിങ് ദാറ്റ് വിൽ കാം യു. ഞാൻ ചെയ്തിരുന്നത് പാട്ട് കേൾക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ എക്സാം സെന്ററിൽ എക്സാമിന് പോണ മുന്നേ വരെ ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്. നോട്ട്സ് വായിച്ചില്ലെങ്കിൽ കൂടി ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്. സോ ലൈക്ക് ദാറ്റ് റിയലി ഹെൽപ്പ് മീ എ ലോട്ട്. സോ ഫൈൻഡ് സംതിങ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു റിഡ്യൂസ് ദാറ്റ് ആൻസൈറ്റി. ഞാൻ അല്ലാണ്ട് എന്താ പറയാ, ഇങ്ങനെ ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നു, ജിമ്മിന് പോവുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വാസ് റിയലി ഗ്രേറ്റ്. ചിലപ്പോൾ ഒന്ന് പുറത്തുകൂടെ നടന്നാൽ മതിയായിരിക്കും, നമ്മളൊരു ബ്രേക്കിന് ഒന്ന് പുറത്തുകൂടെ നടക്കുക, അതിന് പകരം ഫോൺ എടുക്കണ പകരം ഒന്ന് പുറത്തുകൂടെ നടന്നാൽ തന്നെ ലൈക്ക് ഇറ്റ് ഹാഡ് റിയലി ഹെൽപ്പ് മീ. സോ അങ്ങനെ. പിന്നെ സപ്പോർട്ടീവ് എൻവയോൺമെന്റ്, ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും, ഇപ്പൊ ലൈബ്രറിയിൽ പോയി പഠിച്ചിരുന്ന കുട്ടികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുക. ലൈക്ക് ചൂസ് വാട്ട് യു വാണ്ട്, അല്ലെങ്കിൽ വാട്ട് വിൽ ബി ഗുഡ് ഫോർ യു എന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് ചൂസ് ദാറ്റ്. അതായിരിക്കും ഞാൻ പറയാം. സോ ഓവറോൾ ദാറ്റ്സ് ഇറ്റ്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ എവ്രി വൺ ഹു ഇസ് ഗോയിങ് ടു അപ്പിയർ ഫോർ ദ എക്സാം. ആൻഡ് എല്ലാവർക്കും JRF നെറ്റും ഒക്കെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.